ഒത്തിരി മുന്നേ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. പ്രൊജസ്ട്രോൺ ലോ ആയത് കാരണം ഒത്തിരി തവണ അബോർഷൻസ് സംഭവിച്ചു. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള വഴി എന്താണ് എന്നുള്ള വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് ഒരാൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൊജസ്ട്രോൺ ലോ ആയത് നമ്മൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒരാൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും പ്രൊജസ്ട്രോൺ ലോ ആണ്, അത് കാരണം ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. നിങ്ങൾക്ക് പീരീഡ്സ് കറക്റ്റ് അല്ല, നിങ്ങൾക്ക് പീരീഡ്സിൻ്റെ സമയത്തോ അല്ലെങ്കിൽ പീരീഡ്സിൻ്റെ ഡേറ്റിന് മുന്നേ ഒക്കെ സ്പോട്ടിങ് വരുന്നുണ്ടെങ്കിൽ പ്രൊജസ്ട്രോൺ ലോ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അത് രണ്ടാമത്തെ ഒരു കാര്യം, ഉറക്കം പ്രശ്നമായിട്ടുണ്ടെങ്കിൽ, അതായത് സ്ലീപ്പ് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ലെങ്കിൽ, മൂന്നാമത്തത് സെക്സ് ഡ്രൈവ് കുറവാണെങ്കിൽ, നാലാമത്തത് നമുക്ക് എൻസൈറ്റി ഇഷ്യൂസ് അല്ലെങ്കിൽ ഭയങ്കര ഇറിറ്റബിൾ ആവുന്ന നാച്ചറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യുക അല്ലെങ്കിൽ സസ്പെക്ട് ചെയ്യുക മേ ബി പ്രൊജസ്ട്രോൺ കുറവായിരിക്കാം എന്നുള്ളത്. ചെക്ക് ചെയ്ത് നോക്കുക. പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പ്രൊജസ്ട്രോൺ കുറവാണോ അല്ലയോ എന്നുള്ളത്. ഇനി കുറവാണെങ്കിൽ നമുക്ക് എന്താണ് ഒരു ഓൾട്ടർനേറ്റീവ്? ഒരു കാര്യം എന്നുള്ളത്, നമുക്ക് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന സമയം മുതലേ നമ്മൾ നമ്മുടെ ഹോർമോൺസ് ഒക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയറ്റും കൂടെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ ഡയറ്റ് കറക്റ്റ് ചെയ്യാനുള്ള വഴിയാണ് പറയുന്നത്. വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള, വൈറ്റമിൻ B6 റിച്ച് ആയിട്ടുള്ള, സിങ്ക് റിച്ച് ആയിട്ടുള്ള, മെഗ്നീഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മുടെ ഡെയിലി റൊട്ടീനിൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഡയറ്റ് കറക്റ്റ് ചെയ്യാനുള്ള ഒരു വഴി.